പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോം സ്റ്റേ, അതായത് വയലിൽ ഹോം സ്റ്റേ, ഒരു റിസോർട്ട്. അത് ഒരു റിസോർട്ടല്ല, ഫാമിലിക്ക് പാർക്കേണ്ട റിസോർട്ട്, അതുപോലെ തന്നെ ഫാമിലിയൊപ്പം വരുന്ന ആളുകൾക്ക് പാർക്കാനൊക്കെ ഉള്ള ഒരു അടിപൊളി റിസോർട്ട്. നല്ല തങ്ങാൻ, നല്ല നമ്മുടെ കേരളാങ്കുണ്ടിൻ്റെ വെള്ളത്തിൽ നിന്ന് കേരളാങ്കുണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു ചോല ഉണ്ടല്ലോ, അതിമനോഹരമായ ചോലയുടെ വക്കത്താണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വയലിൽ ഹോം സ്റ്റേൻ്റെ ഉള്ളും കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. ബാക്കി ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് സംഭവം പൊളിയാണ്. നല്ല വൈബുള്ള സ്ഥലമാണ്. പ്രകൃതി സുന്ദരമായ നമ്മുടെ കരുവാരക്കുണ്ട്, കൽക്കുണ്ട്, കേരളാങ്കുണ്ടിൽ നിന്നും വരുന്ന ആ ഒരു ചോലയുടെ വക്കത്തായിട്ടാണ് ഈ ഒരു റിസോർട്ട്, ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. എന്തായാലും അടിപൊളി പരിപാടിയാണ്. ഞാനിതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വയലിൽ ഹോം സ്റ്റേയുടെ നമ്പറാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എന്താ എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ ഓണർ വയൽ ജോയിച്ചാൻ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടൈം പാസിന് വേണ്ട കാര്യങ്ങളും കുട്ടികൾക്ക് ആടേണ്ട കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ജോയിച്ചൻ്റെ വാക്കുകളിലേക്ക്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലൊന്നും വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. ജോയിച്ചാനെ നമുക്ക് എല്ലാവർക്കും അറിയാം. വയലിൽ ജോയി നമുക്കറിയാം. എന്തായാലും അദ്ദേഹമാണ് ഈ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ റിസോർട്ടിന്റെ ഒക്കെ ഒരു ഉടമസ്ഥൻ എന്നുള്ളത്. എന്തായാലും ജോയിച്ചാനും കൂടി ഇതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയണേ, എങ്ങനെയൊക്കെ എന്താന്നുള്ളത് ജോയിച്ചാൻ മാത്രം പ്രകാരം ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, ജോയിച്ചാൻ കൂടി പറയണ്ട എങ്ങനെ എന്താ എന്നുള്ളത്. എന്തായാലും നമുക്ക് മൈക്ക ജോയിച്ചാൻ കാര്യങ്ങളൊന്നും പറഞ്ഞാണ് എങ്ങനെയാന്നുള്ളത്. ഇത് എന്റെ മനസ്സിൽ വലിയൊരു സ്വപ്നമായിരുന്നു. നമ്മള് വീട് വിട്ടിട്ട് വേറൊരു വീട്ടിലേക്ക് എത്തിച്ചേർന്നാല് അവിടെ നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ലാവിഷായിട്ട് താമസിക്കാൻ പറ്റുന്ന, പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന, പുഴയ്ക്കൊക്കെ അടുത്തുള്ള ഒരു റിസോർട്ട് പണിയുക എന്നുള്ളതിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അത് ദൈവാനുഗ്രഹം കൊണ്ട്, ഭാഗ്യം കൊണ്ട് എനിക്ക് അതിന് പറ്റിയൊരു സ്ഥലം എന്റെ കൈവശം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തറവാടായിരുന്നു ഇത്. അതിനെ ഒരു ഹോം സ്റ്റേ ആക്കി മാറ്റാനായിട്ട് മനസ്സിലൊരു പ്ലാൻ കയറിയപ്പോൾ ഒരു 3 കെട്ടിടങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ നിർമ്മിച്ചത്. 3ലും അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും, ഒരു മനുഷ്യൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ആ സൗകര്യങ്ങളെല്ലാം ഒത്തിണക്കി, എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങൾ. കാരണം ആ വീഡിയോ, നമ്മളാ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ കണ്ടില്ല നിങ്ങള്? അതെ, മൊത്തത്തിൽ ഇത് ഹോം സ്റ്റേ എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് എന്റെ വലിയൊരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. അതുകൊണ്ട് ഇത് നല്ല ഭംഗിയാക്കി തീർക്കുക എന്നുള്ളത് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതാണ് ഞാൻ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ആ പൂർത്തിയാക്കിയ ആഗ്രഹം, ആ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. ഇത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 വീടായിട്ടാണിത്. വലിയ ഫാമിലിക്കോ ചെറിയ ഫാമിലിക്കോ ബാച്ചിലേഴ്സിനോ ഒക്കെ സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും, ഒന്നിച്ചു കൊടുക്കാൻ പറ്റും. ഇത് 3ഉം കൂടെ ഒന്നിച്ചൊരു പാർട്ടിക്ക് കൊടുക്കാൻ പറ്റും. അതിനൊക്കെ പുറമെ ആര് ഇതിൽ വന്ന് താമസിച്ചാലും അവര് കൊണ്ടുവരുന്ന ഡ്രൈവർ, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. ഡ്രൈവർക്ക് താമസിക്കാനുള്ള മുറിക്ക് വാടകയില്ല, ഫ്രീ ആണ്. പിന്നെ അതിനേക്കാളിലൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ഥലം 3 സൈഡും പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്.
കേരളാകുണ്ടിൽ നിന്ന് വരുന്ന ശുദ്ധമായ ജലം, എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും ശുദ്ധിയുള്ള ജലമാണ് കൽക്കുണ്ട് പുഴയിലേത്. ആ പുഴയിൽ ആവശ്യാനുസരണം മുങ്ങിക്കുളിക്കാനുള്ള കുറേ കുഴികളുണ്ട്. പ്രത്യേകിച്ച് അപകടങ്ങളൊന്നുമില്ല. മഴക്കാലത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വെള്ളം അല്ലാത്തപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. മുങ്ങിക്കുളിക്കാൻ നല്ല കടവുകളുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ ഉള്ള കടവുകളാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തതല്ല, അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടിട്ടാണ് ഈ പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. പ്രകൃതിയിലേക്ക് ഇണങ്ങി ചേർന്ന് ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ താമസം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു 100ഓളം പേർക്ക് അതിനകത്ത് വെച്ചൊരു മീറ്റിംഗ് കൂടാനോ അല്ലെങ്കിൽ അതുപോലത്തെ നോമ്പ് തുറകൾ, ഈ കഴിഞ്ഞ നോമ്പ് തുറ പല പല ആളുകളും പല ടീമുകളും ഒക്കെ വന്ന് അവിടെ നോമ്പ് തുറന്നു പോയി. അവരൊക്കെ വളരെ പോയപ്പോൾ വളരെ സന്തോഷമായിട്ടാണ് പോയത്. കാരണം പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഒതുവെടുക്കുന്നത്, പുഴയിൽ പോയിട്ട് ഒതുവെടുക്കുക, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പോയി കുളിച്ച് കയറി നല്ല ഒരു സ്വസ്ഥമായിട്ട് മനസ്സ് സമാധാനത്തോടു കൂടിയിട്ട് തിരിച്ചു പോവുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഈ ഹോം സ്റ്റേ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് താല്പര്യവും ക്ഷമിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണോ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇവിടെ ഒരു ദിവസം നിൽക്കുക എന്നുള്ള കാര്യത്തിൽ. അതാണ് എൻ്റെ ഇതിനകത്തുള്ള ആത്മവിശ്വാസം. തീർച്ചയായിട്ടും ഇത് ഇപ്പൊ തന്നെ ഇത് റണ്ണിങ് ആയി കഴിഞ്ഞു. വന്നവരെല്ലാം വളരെ തൃപ്തിയായിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിക്കനും മറ്റും ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. 2 കിച്ചണാണ് ഇവിടെ ഉള്ളത്. അത് ഒന്ന് ഗ്യാസിന്റെ കിച്ചൺ, രണ്ടാമത്തേത് വിറകടുപ്പ്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ ഫ്രീ ആണ്, പ്രത്യേകിച്ച് ചാർജ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് ഏത് ഭക്ഷണം ഉണ്ടാക്കാനും വളരെ വിദഗ്ധനായിട്ടുള്ള, ഗൾഫിൽ വർഷങ്ങളോളം ഭക്ഷണം ഉണ്ടാക്കി പരിചയമുള്ള ഒരാളാണ് ഞാനിവിടെ സ്റ്റാഫാക്കി വെച്ചിരിക്കുന്നത്. അയാൾ നിങ്ങൾക്ക് സഹായിച്ചു തരും. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വേണമെങ്കിൽ അങ്ങനെയും എത്തിച്ചു തരും. അങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും വരാറില്ല. വന്നവരൊക്കെ വളരെ സന്തോഷമായിട്ട് തന്നെയാണ് തിരിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തിയൊന്നും പറയുന്നില്ല. നിങ്ങളെ ഒരു ദിവസം ഞാൻ ക്ഷണിക്കുകയാണ് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വന്ന് കണ്ട് ഇത് ആസ്വദിച്ച് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇനി നമുക്ക് വരുമ്പോൾ കാണാം. ഓക്കെ.